പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 29 അധ്യായം 22 വാക്യം. ഞാൻ സംസാരിച്ച ശേഷം അവർ മിണ്ടുകയില്ല, എൻ്റെ മൊഴി അവരുടെ മേൽ ഇറ്റിറ്റു വീഴും. ഹല്ലേലൂയ. ഇയ്യോബ് തൻ്റെ പ്രതാപകാലത്തെക്കുറിച്ച്, തൻ്റെ സമൃദ്ധിയുടെ കാലത്തെക്കുറിച്ച് ഓർത്തിട്ട് പറയുന്നു, ഞാൻ സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ അതിനുശേഷം ആരും അതിനെതിര് പറയാൻ പറ്റത്തില്ല, ആരും അതിനെതിരെ മിണ്ടുകയില്ല. താൻ പറയുന്ന വാക്ക് അവസാന വാക്കുപോലെ, താൻ പറയുന്ന വാക്ക് ഹല്ലേലൂയ ഏറ്റവും ജ്ഞാനത്തിൻ്റെ മൊഴികളെപ്പോലെ ലോകം കൈക്കൊള്ളും. അത്ര ശക്തിയുള്ള വാക്കായിരുന്നു ഇയ്യോബിൻ്റെ വാക്കുകൾ. ഇയ്യോബ് പറയുന്നതിനപ്പുറം മറ്റൊരു വാക്ക് ആ ദേശത്തില്ല. അത്രത്തോളം ഇയ്യോബിനെ തൻ്റെ മഹത്വത്തിൽ അവർ ബഹുമാനിച്ചു. ഇന്ന് രാവിലെയും ഒരു ദൈവ പൈതലിനെക്കുറിച്ച് ദൈവവും അതേ കാര്യമാണ് ആഗ്രഹിക്കുന്നത്. ദൈവ പൈതലിൻ്റെ വായില ജീവൻ്റെയും മരണത്തിൻ്റെയും അധികാരം ദൈവം തന്നിരിക്കുന്നത്. സദൃശ്യവാക്യം 18 അധ്യായം 21 വാക്യത്തിൽ നാം വായിക്കുന്നു, ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിന്മേലിരിക്കുന്നു. ഹല്ലേലൂയ. ലൂക്കോസ് പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, സുവിശേഷത്തിലൂടെ കർത്താവ് പറയുന്നു, നിങ്ങൾ ഏത് സമയത്ത് എന്ത് സംസാരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങളുടെ വായിൽ നിന്ന് ഏത് വാക്കാണ് വരേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. സങ്കീർത്തനം 39 വായിക്കുന്നു, നീ മുഴുവനും അറിയാതെ ഒരു വാക്കുപോലും എൻ്റെ നാവിന്മേലില്ലെന്ന് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നു. അങ്ങനെയെങ്കിൽ ദൈവ പൈതലേ, നിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ ഹല്ലേലൂയ നിങ്ങളുടെ വാക്കുകളല്ല, അത് പരിശുദ്ധാത്മാ പ്രേരിത വാക്കുകളായി തീരട്ടെ. നിങ്ങളുടെ വാക്കിന് ശക്തിയുണ്ട്. യേശു കർത്താവിനെക്കുറിച്ച് ലൂക്കോസ് 24 നാം വീണ്ടും വായിക്കുന്നു, യേശു കർത്താവ് വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനാണ്. അവൻ വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ളവനാ. അവൻ എന്ത് വാ കൊണ്ട് പറഞ്ഞോ അത് പ്രവൃത്തിയിലും യേശു കർത്താവ് കൊണ്ടുവരും. യേശു കർത്താവ് വാ കൊണ്ട് പറയുന്നതൊക്കെയും അങ്ങനെ സംഭവിക്കുമെങ്കിൽ അവൻ്റെ മക്കളായ നമ്മെക്കുറിച്ചും കർത്താവ് അത് ആഗ്രഹിക്കുന്നു. നമ്മിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ട് വരുമ്പോൾ നമ്മുടെ മഹത്വത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ, നമ്മുടെ ദൈവിക ശക്തിയിൽ നാം സംസാരിക്കുന്ന വാക്കുകൾ ദൈവം അങ്ങനെ തന്നെ സ്ഥിരപ്പെടുത്തും, അങ്ങനെ തന്നെ അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യും. നാം ഭൂമിയിൽ പറയുന്ന വാക്കിനെ സ്വർഗത്തിൽ ആമീൻ എന്ന് പറഞ്ഞ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു കർത്താവിനെ നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ ജോഷുവയുടെ ജീവിതത്തിൽ നടന്നൊരു സംഭവം. ജോഷുവ ഹല്ലേലൂയ പോരാട്ടത്തിൻ്റെ നടുവിൽ സൂര്യനെയും ചന്ദ്രനെയും നോക്കി ഒന്ന് കൽപ്പിച്ചു, സൂര്യ നീ അസ്കലോനിലും ചന്ദ്ര നീ അയ്യലോൻ താഴ്വരയിൽ നിൽക്ക എന്ന് കൽപ്പിച്ചപ്പോൾ ഹല്ലേലൂയ അത് നിശ്ചലമായി പോയെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. നോക്ക്, വേദപുസ്തക ചരിത്രം മാത്രമല്ല, ഹല്ലേലൂയ സയൻസും നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ സൗരയൂഥങ്ങൾ, ഹല്ലേലൂയ ആകാശഗോളങ്ങൾ നിരന്തരം ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പൈതൽ വാ കൊണ്ട് ഒരു വാക്കു പറഞ്ഞാൽ എത്ര ചലനത്തിൽ നിൽക്കുന്ന സൗരയൂഥങ്ങളായിക്കോട്ടെ അതിനെ നിശ്ചലമാക്കുവാൻ ഒരു ദൈവ പൈതലിൻ്റെ വാക്കിന് ശക്തിയുണ്ട്. ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം ഹല്ലേലൂയ അത്ഭുതങ്ങൾ ചെയ്യുന്നവനത്രേ. അത് സംഭവിച്ചപ്പോൾ വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ ഹല്ലേലൂയ ദിവസത്തെ ദൈവം വലുതാക്കി. അതുപോലെ തന്നെ ഹല്ലേലൂയ ആഹാബിൻ്റെ കടികാരം അഭിഷിക്തന് വേണ്ടി പുറകോട്ട് ചലിപ്പിച്ച വേദപുസ്തക ചരിത്രവും നമ്മെ ദൈവം ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് രാവിലെ സമയത്ത് ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിൻ്റെ വാക്കിനകത്ത് ശക്തിയുണ്ട്. നീ ഒരു വാക്ക് പറഞ്ഞാൽ പ്രപഞ്ച ശക്തികൾ പോലും മിണ്ടാതെ ഇരുന്ന് കേൾക്കുമെന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇയ്യോബ് തൻ്റെ മഹത്വത്തിൽ സംസാരിച്ചപ്പോൾ ഹല്ലേലൂയ പട്ടണത്തിലെ പ്രമാണികൾ, ജ്ഞാനികൾ, അധികാരസ്ഥന്മാർ, വയോധികന്മാർ, ചെറുപ്പക്കാർ എല്ലാവരും വാ പൊത്തി മിണ്ടാതെ ഇരുന്ന് അവൻ്റെ വാക്കിന് ശ്രദ്ധ കൊടുക്കും, അവൻ്റെ വാക്കിന് അവർ ചെവി കൊടുക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ വാ കൊണ്ട് സംസാരിക്കുമ്പോൾ, നീ വാ തുറന്ന് സംസാരിക്കുമ്പോൾ, നീ ഇരിക്കുന്ന സ്ഥലത്ത്, നിൻ്റെ ഓഫീസിലായിക്കോട്ടെ, നിൻ്റെ കുടുംബത്തിലായിക്കോട്ടെ, നിൻ്റെ സ്കൂളിലായിക്കോട്ടെ, നീ ഇരുന്ന് സംസാരിക്കുന്ന സ്ഥലത്ത് ദേശം നിൻ്റെ വാക്കിനു വേണ്ടി ഹല്ലേലൂയ വാ പൊത്തി അവരുടെ ചെവിയെ തുറക്കും. നീ പറയുന്നതാ അവർക്ക് വാക്ക്, നീ പറയുന്നതാ അവിടുത്തെ പ്രമാണം. ഹല്ലേലൂയ. നിന്നെ ജാതികൾക്ക് നിയമവും ഹല്ലേലൂയ ദേശത്തിൽ നിന്നെ പ്രകാശവുമാക്കി വെച്ചിരിക്കുന്നു. ജാതികളുടെ നടുവിൽ നീ പറയുന്നതാ നിയമം.
പ്രവാചകനായ യേശയ്യാവ് അങ്ങനെ തന്നെ വിളിച്ചു പറയുന്നു, ജാതികൾക്ക് നിന്നെ ഒരു നിയമമാക്കി ദൈവം വച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ സമയത്ത് നമുക്ക് ദൈവം തന്ന ആ ഒരു അധികാരത്തിൽ നമ്മുടെ കാലുകളെ വെക്കാം, നമ്മുടെ വാക്കുകളെ സംസാരിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളെ അങ്ങനെ ക്രമീകരിക്കാം. നമ്മുടെ കർത്താവ് ഇന്ന് പകൽക്കാലവും വിശ്വസ്തനത്രേ. നമ്മുടെ വായിലെ വാക്കിന് വില കൽപ്പിക്കുന്ന, നമ്മുടെ വായിലെ വാക്കിന് ബലവും ശക്തിയും പകരുന്ന നമ്മുടെ കർത്താവ് ഇന്ന് രാവിലെയും നമുക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. അവൻ്റെ കരം ഉന്നതമായ കരം. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മുടെ വായോടുകൂടിരുന്ന് അവൻ സംസാരിക്കും. മോശയുടെ വായുടെ കൂടിരുന്ന് സംസാരിച്ചതുപോലെ, യെരമ്യാവിൻ്റെ നാവെ തൊട്ട് ആ വാക്കിന് ബലം കൊടുത്തതുപോലെ, യേശയ്യാവിൻ്റെ നാവിൻ്റെ അകൃത്യം മാറ്റിയതുപോലെ, ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ നാവിൽ അങ്ങനത്തെ ഒരു ശക്തി ദൈവം പകരുമാറാകട്ടെ. അവൻ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മിലൂടെ അത്ഭുതങ്ങൾ ചെയ്യട്ടെ. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.